എറണാകുളം മലയിടം തുരുത്ത് പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിനായി മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ചർച്ച ആരംഭിച്ചു. എറണാകുളം കളക്ടറേറ്റിൽ നടക്കുന്ന ചർച്ചയിൽ കേസിലെ വാദിയുമായും സമരക്കാരുമായും മന്ത്രി പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തും. ജില്ലാ കളക്ടർക്ക് പുറമെ കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ, മുൻ MLA PV ശ്രീനിജൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. റാംഷാ CP ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി റാംഷാ CP, ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയോ? നാളെ ഒരൊറ്റ ദിവസം പോലീസ് ആക്ഷൻ ഉണ്ടാവുമെന്ന് കരുതുന്നു. എങ്ങനെയാണ് പോലീസ് ആക്ഷൻ നിർത്താൻ കഴിയുക? മുനിസിഫ് കോടതിയുടെ ശക്തമായ നിർദ്ദേശമുണ്ട്, സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. ഇതിനെ മറികടന്ന് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 8:20 മന്ത്രി റോജി എം ജോൺ കളക്ടറേറ്റിൽ എത്തിച്ചേർന്നത്. കളക്ടറുടെ ചേംബറിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചർച്ച തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ സ്ഥല ഉടമകളാണ് എന്ന് കോടതി വിധിച്ച ആളുകളുമായി ചർച്ച ആരംഭിച്ചു. അതിനുശേഷം പിന്നീട് ഈ സ്ഥലത്തുള്ള താമസിക്കുന്ന ആളുകളെ ചേംബറിലേക്ക് വിളിച്ചു. പിന്നീടാണ് സമരക്കാരെ കൂടി ഈ ചേംബറിലേക്ക് വിളിച്ച് ചർച്ച തുടരുന്നത്. ഏതായാലും ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നാളെ ഈ സ്ഥലത്ത് പോലീസ് സന്നാഹത്തോടുകൂടി അഭിഭാഷക കമ്മീഷൻ എത്തുമെന്നാണ് അറിഞ്ഞത്. പക്ഷേ അതിൽ എന്ത് തീരുമാനമാണ് ഈ യോഗത്തിൻ്റെ തീരുമാനമായി പുറത്തു വരിക എന്നത് ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഏതായാലും ചർച്ച ഇപ്പോഴും കളക്ടറുടെ ചേംബറിൽ പുരോഗമിക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, റാംഷാ CP ആണ് വിവരങ്ങൾ നൽകിയത്. ചർച്ച പുരോഗമിക്കുന്നു. ചർച്ച അവസാനിച്ചിട്ടില്ല. ചർച്ച അവസാനിക്കുമ്പോഴേക്കും എന്താണ് തീരുമാനമെന്നറിയാം. പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഒരു ഭാഗത്ത്. പോലീസ് കുടിയൊഴിപ്പിച്ചേ മതിയാകൂ കാരണം എന്ന് മുനിസിഫ് കോടതി പറയുന്നു. എന്നാൽ കുടിയൊഴിപ്പിക്കാനാവില്ല എന്ന് പ്രദേശവാസികളും താമസക്കാരും ഒപ്പം തന്നെ CPM നിലപാടെടുക്കുന്നു.